ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കാക്കനാട്ടാണ് കേട്ടോ. കാക്കനാട്ട് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രുദ്രൂട്ടിയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം ഇനി പഠിത്തമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരെ കാക്കനാട്ടേക്ക് വന്നു. 2-3 ദിവസം വീട്ടിൽ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ആണെങ്കിൽ ഇവിടെ മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 2-3 മീൻകാർ വരും. അതിലേതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ മീൻ മേടിക്കും കേട്ടോ. അങ്ങനെ അമ്മ പോയി മീൻ മേടിച്ചു. അത് മിക്സ്ഡ് മീനായിരുന്നു കേട്ടോ. മത്തിയും എല്ലാം കൂടെ ഉള്ള വേറെ എന്തൊക്കെയോ മീനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ രാവിലെ എല്ലാം ജോലിയെല്ലാം ഒതുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ അതേപോലെ നമ്മുടെ റിച്ചപ്പനെയും ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പം അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് തീരെ വയ്യായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് നല്ല ചുമയായിരുന്നു. 2 ആഴ്ചയായി അമ്മയ്ക്ക് ചുമ തുടങ്ങിയിട്ട്. അപ്പം നേരത്തെ അമ്മ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് മരുന്നൊക്കെ മേടിച്ചതായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ചുമ അങ്ങോട്ട് മാറുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം അമ്മയും കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ അതേപോലെ നമ്മുടെ റിച്ചപ്പനാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു കുറുകൽ പോലെ. അപ്പം അവനെ ഡോക്ടറെ കാണിക്കണം. പിന്നെ അതേപോലെ അവന് 9 മന്തിൻ്റെ വാക്സിൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുക്കണം. അങ്ങനെ ഞങ്ങൾ അവനെ സഞ്ജീവിൽ ആണ് കാണിക്കുന്നത്. അപ്പം അവിടെ വിനോദ് കോശി എന്ന് പറയുന്ന ഡോക്ടറെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം രാവിലെ ഞാൻ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി രാവിലെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ചേച്ചി അവിടെ അല്ലേ നമ്മുടെ സഞ്ജീവിലാണ് കേട്ടോ എൻ്റെ ചേച്ചി വർക്ക് ചെയ്യുന്നത്. അപ്പം ചേച്ചി രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞാൻ ജോലിയെല്ലാം ഒതുക്കുകയാണ്. നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള കറിക്ക് എല്ലാം ആക്കുവാണ് കേട്ടോ. ഉച്ചയ്ക്ക് കറിക്ക് നമുക്ക് അവിയലും മോരും പിന്നെ അതേപോലെ മീൻ വറുത്തതുമാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ നേരെ നമ്മുടെ റിച്ചപ്പനെയും കൊണ്ട് സഞ്ജീവിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സാറ് വാക്സിൻ എടുക്കണ്ടെന്ന് പറയുമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവന് ഈ കുറുകലൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, പനി ഉണ്ടെങ്കിലും ഈ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ പോയി വാക്സിനൊക്കെ എടുത്തു. പിന്നെ അതേപോലെ അവന് പനിക്ക് ആൻറ്റിബയോട്ടിക്കും ചുമയുടെ മരുന്നും ഒക്കെ തന്നായിരുന്നു കേട്ടോ. അങ്ങനെ അവനെ വാക്സിൻ എടുത്തപ്പം അവൻ കരഞ്ഞതൊന്നുമില്ലായിരുന്നു കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വാക്സിനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ കാക്കനാട്ടേക്ക് വന്നു. അങ്ങനെ അമ്മയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഹെൽത്ത് സെൻറ്ററിലാണ് കാണിക്കുന്നത്. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ വന്ന് ചുമയ്ക്കുള്ള മരുന്നൊക്കെ മേടിച്ചായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് കുറവില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം 2ാമത് വന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ വന്ന് ഡോക്ടറിനോട് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ പോലെ ഉണ്ട്. അങ്ങനെ ഡോക്ടർ ആൻറ്റിബയോട്ടിക്കും പിന്നെ അതേപോലെ ചുമയുടെ മരുന്നും ഒക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ റിച്ചപ്പൻ അങ്ങ് ഭയങ്കര ക്ഷീണമായിപ്പോയി. അങ്ങനെ അപ്പൂപ്പനും മോനും കൂടെ ഭയങ്കര ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ